വെൽക്കം ബാക്ക് ന്യൂ ക്യാമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിഫ മഞ്ചേരി ബേജാറില്ലാത്ത വല്യപ്പാൻ്റെ പേരക്കുട്ടികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഫിഫ മഞ്ചേരിക്ക് ഈ സീസണിൽ മുഴുവനും അടിപതറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ഫൈനലിൽ പോലും ഈ സീസണിൽ ഇതുവരെ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. സീസണിൻ്റെ പകുതി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ആ ടീമിൻ്റെ നിലവിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചാൽ, ഇന്നലെ മണ്ണാർക്കാടിലെ സെക്കൻഡ് ലെഗ് സെമി ഫൈനൽ 4-1 ഗോൾ സ്കോറിലാണ് ലിൻഷ മണ്ണാർക്കാടിനോട് തോറ്റ് പടിയിറങ്ങിയത്. ഒരു ഫൈനലിലേക്കുള്ള സ്വപ്നവും വീണ്ടും അവിടെ നിന്ന് അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും വരുന്ന ടീമുകൾക്കെല്ലാം ഒരു ചെണ്ടയായി മാറിയിരിക്കുകയാണ് ഫിഫ മഞ്ചേരി ഈ സീസണിൽ. ഏറ്റവും കൂടുതൽ ഗോൾ മാർജിനിൽ തോൽക്കുക. ഇന്നലെ മണ്ണാർക്കാട് സെക്കൻഡ് ലെഗ് സെമി ഫൈനലായിരുന്നു. ആദ്യ ലെഗിൽ 2 ഗോളിനാണ് ഫിഫ മഞ്ചേരി തോറ്റത്. കാസർഗോഡ് ടീമായ യൂറോ സ്പോർട്സ് പടയുടെ ഫുൾ ടീമുമായിട്ടായിരുന്നു അന്ന് ഫസ്റ്റ് ലെഗ് മത്സരം കളിക്കാൻ വന്നിരുന്നത്. അന്നേ ദിവസം വളപട്ടണത്ത് ഫിഫ മഞ്ചേരിക്ക് ഫുൾ ടീമുമായി കളിച്ചിട്ട് അവിടെയും തോറ്റു, ഇവിടെയും തോറ്റു. ഒരു ദിവസം 2 തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. മണ്ണാർക്കാടിലെ കാണികളെല്ലാവരും സത്യം പറഞ്ഞാൽ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. കാരണം ഫിഫ മഞ്ചേരി വരുമെന്നുള്ള ആ ഒരു ഫുൾ ടീം വരുന്ന കളിക്കുമെന്നുള്ള, അതിനിപ്പോൾ എത്ര ഗോളിന് തോറ്റാലും ശരി, അവർക്ക് ആ ഫുൾ ടീം ഒന്ന് കളിക്കുമെന്നുള്ള ആ ഒരു ആവേശത്തിലായിരുന്നു കാണികളൊക്കെ ഗ്രൗണ്ടിൽ വന്നിരുന്നത്. പക്ഷേ അവർ കണ്ടത് യൂറോ സ്പോർട്സ് പടരെയാണ്. കാണികളത് എങ്ങനെ അംഗീകരിച്ചു എന്നുള്ളത് നമുക്ക് ആ കളി കണ്ടാൽ മനസ്സിലാവും. തീർച്ചയായിട്ടും 2 ഗോളിൻ്റെ തോൽവി അത് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് ആ തോൽവി ഫിഫ മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത്തെ ലെഗിലും അത് തിരിച്ചു പിടിച്ച് ഫൈനലിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സ്ക്വാഡുമായിട്ടായിരുന്നു ഫിഫ മഞ്ചേരി ഇന്നലെയും കളിക്കളത്തിൽ വന്നിരുന്നത്. പക്ഷേ അവിടെയും അടിപതറിയിരിക്കുകയാണ്. സ്വന്തം കാണികളുടെ മുന്നിലുള്ള ആവേശത്തിലാണ് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് കളിച്ചത്. അതിൻ്റെ ബെനിഫിറ്റ് അവർക്കുണ്ടായിരുന്നു. 4 ഗോളുകളാണ് 4 ഗോളുകൾ ഫിഫ മഞ്ചേരിയുടെ മുഖത്തേക്ക് അടിച്ച് കയറ്റിയത്. സലാമിന് ഒരു നിവൃത്തിയുമില്ല. എന്ത് ചെയ്യാൻ? തോൽവി ഈ സീസണിൽ ഫിഫ മഞ്ചേരിയെ പിന്തുടരുകയാണ്. ഇതിൽ നിന്ന് എന്നായിരിക്കും ഇനി ഒരു മോചനം ഉണ്ടാവുക ആ ടീമിന്? വരുന്ന ടീമുകളെല്ലാം ചെണ്ടകളാക്കി മാറ്റിയ ഒരു പേരുകൂടി ഇന്നിപ്പോൾ ഫിഫ മഞ്ചേരിക്ക് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സീസൺ അവസാനിക്കുമ്പോൾ ഒരു നല്ലൊരു മുഹൂർത്തത്തിലൂടെ ആ ടീം മുന്നോട്ട് പോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഇനിയും വേദികളുണ്ട്, ഇനിയും കളികളുണ്ട്. അവരുടെ പോരായ്മകൾ അവർ മനസ്സിലാക്കി നല്ലൊരു വിജയം അവർക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.